ഹായ് ഓൾ, വെൽക്കം ടു പുട്ടുകട. ഹായ്, അപ്പം എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് ഒരു വലിയ ഹായ്. ഇന്ന് നമ്മൾ ഒരു ഫുഡ് വ്ലോഗ് പോലെ, ഒരു ചെറിയൊരു ഫുഡ് വ്ലോഗ് പോലെയാണ് ചെയ്യുന്നത് കേട്ടോ. നല്ല അടിപൊളി പുട്ട്, അതിൻ്റെ ഒരു വ്ലോഗാണ് ചെയ്യുന്നത്. ഞങ്ങൾ റോഡിൽ കൂടി പോകുമ്പോൾ ഇങ്ങനെ ഒരു വലിയൊരു എന്താ കട കണ്ടിട്ട് ഞങ്ങൾ വണ്ടി നിർത്തി കയറിയതാണ്. എന്നിട്ട് ഞാൻ ഓർഡർ ചെയ്തത് പുട്ടാണ്. പുട്ടും ബീഫും, നല്ല ചൂടുള്ള പുട്ടും, തൊടാനേ പറ്റുന്നുണ്ടായില്ല, അത്ര നല്ല ചൂടുള്ള, നല്ല പൊളക്കം കെട്ട് കണ്ട എൻ്റെ കൈ കാണിക്കുന്നതുണ്ട്. അത്ര നല്ല ചൂടുള്ള പുട്ടും നല്ല ചൂടൻ സൂപ്പർ ബീഫ് കറി. എന്തായിരുന്നു ടേസ്റ്റ് എന്നറിയാവോ? അതിലേക്ക് ഒരു പപ്പടവും ഇട്ട് കുഴച്ചിട്ട് കഴിച്ചണ്ടല്ല, അന്തസ്, അങ്ങനെ പറയത്തില്ലേ, അത് തന്നെയാണ്. എൻ്റെ വായിൽ ഇപ്പോഴും വെള്ളം വരുക. നല്ല സൂപ്പർ പുട്ടായിരുന്നു. പഞ്ഞി പോലെ ഇരിക്കുന്ന നല്ല സൂപ്പർ അടിപൊളി പുട്ടായിരുന്നു. ചേട്ടൻ ഓർഡർ ചെയ്തത് ദോശയും ചമ്മന്തിയാണ് ഓർഡർ ചെയ്തത്. ഞാൻ പുട്ടാണ് ഓർഡർ ചെയ്തത്. അത് കഴിഞ്ഞിട്ട് ചേട്ടൻ ഓംലെറ്റും കൂടി ഓർഡർ ചെയ്തു. അപ്പോൾ മറ്റേ നീളമുള്ള കുറ്റിപ്പുട്ടാണ്. അപ്പോൾ കുറ്റിപ്പുട്ടിലേക്ക് ഞാൻ ഒറ്റയ്ക്ക് തിന്ന് തീർക്കത്തില്ല, അത് കാരണം ഞാൻ അവനും കൂടി കൊടുത്തു. അവനും അത് ഇഷ്ടമായി. അവൻ്റെ എക്സ്പ്രഷൻ നമുക്കിപ്പോൾ കാണാം. അവന് ഉറക്കം തൂങ്ങിയിരിക്കുമായിരുന്നു. എൻ്റെ കുഞ്ഞു ഉറക്കം തൂങ്ങിയിരുന്ന ആ കുഞ്ഞുവിനെ ഉണർത്തിയ പുട്ടാണ്. കാരണം നല്ല ടേസ്റ്റുള്ള കറിയായിരുന്നു. നല്ല ടേസ്റ്റുള്ള കറിയും നല്ല ആവി പറക്കുന്ന പുട്ടും. ഈ വീഡിയോയിൽ നിങ്ങൾ സൂക്ഷിച്ചു നോക്കിയാൽ കാണാം, ആവി പറക്കുന്നുണ്ട്. ആവി പറക്കുന്ന പുട്ടിലേക്ക് നല്ല സൂപ്പർ ബീഫ് കറിയും കൂടി ഒഴിച്ചിട്ട് പപ്പടവും കൂട്ടിയിട്ട് കുഴച്ചിട്ട് കഴിക്കണം. എന്താ ടേസ്റ്റ് എന്നറിയാവോ? ഇതിപ്പോൾ ഞാൻ എൻ്റെ കുഞ്ഞിന് കൊടുക്കുമ്പോൾ അവൻ ചോദിക്കുന്നത് പപ്പടം തായോന്ന് ചോദിക്കുന്നത്. ഞാൻ പറഞ്ഞു ഇതിൽ പപ്പടം ഉണ്ടെന്ന് പറഞ്ഞിട്ടാണ് കൊടുക്കുന്നത്. പപ്പടം തായോ എന്നാണ് പറയുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു അതിൽ പപ്പടം ഉണ്ട് എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ട് അവൻ കഴിച്ചിട്ട് ഉറക്കം തൂങ്ങിയിരുന്ന ആളാണിത്. കണ്ട, ഉറക്കം തൂങ്ങിയിരുന്ന ആളെങ്ങനെയുണ്ട്?